ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന പങ്കജ് ഭണ്ഡാരിക്ക് ചെന്നൈയിൽ ചികിത്സ വേണ്ടെന്ന വിജിലൻസ് കോടതി. മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച കോടതി പ്രോസിക്യൂഷൻ വാദം ശരിവച്ചു. അതേസമയം സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുടെ അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്യണമെന്ന പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിലും തീരുമാനം. 2025 ഡിസംബർ 19 ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി അറസ്റ്റിലാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം ചെന്നൈയിലെ കമ്പനിയിലെത്തിച്ച് വേർതിരിച്ചതായാണ് SITയുടെ കണ്ടെത്തൽ. റിമാൻഡിൽ കഴിയുന്ന പങ്കജ് ഭണ്ഡാരി ത്വക്ക് സംബന്ധമായ അസുഖം കാരണം ചെന്നൈയിൽ ചികിത്സ വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ കേരളത്തിന് പുറത്ത് ചികിത്സ നൽകേണ്ടതില്ല എന്നതാണ് പ്രോസിക്യൂഷൻ വാദം. മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പരിശോധിച്ച വിജിലൻസ് കോടതി പ്രോസിക്യൂഷൻ വാദം ശരിവച്ചു. ഈ സാഹചര്യത്തിൽ ചെന്നൈയിൽ ചികിത്സ നൽകേണ്ട ആവശ്യകതയില്ലെന്ന് കോടതി വ്യക്തമാക്കി. സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുടെ അക്കൗണ്ട് അന്വേഷണ സംബന്ധമായി മരവിപ്പിച്ചിരുന്നു. ഈ അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പങ്കജ് ഭണ്ഡാരി സമർപ്പിച്ച ഹർജിയും കോടതി പരിഗണിച്ചു. അക്കൗണ്ടിൽ GST ഉൾപ്പെടെ സർക്കാർ സംബന്ധമായ ഇടപാടുകൾ നടത്താനും ജീവനക്കാർക്ക് ശമ്പളം നൽകാനും ആവശ്യമായ രേഖകൾ ഹാജരാക്കിയാൽ പരിശോധിച്ച ശേഷം അനുമതി നൽകാമെന്നതാണ് കോടതിയുടെ തീരുമാനം. അതേസമയം റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരി ബെല്ലാരി ഗോവർദ്ധന്റെ ജാമ്യഹർജിയിൽ ഈ മാസം 17 വിജിലൻസ് കോടതി വിധി പറയും. കേസിൽ ഇതുവരെ 8 പ്രതികൾ ജയിൽ മോചിതരായി. ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 6 പേർക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചത് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ്. ജനം, കൊല്ലം.